ഹാവൂ, ഏതായാലും ഇത്തവണ കാവിലെ ഉത്സവം അങ്ങോട്ട് കേമായി. പ്രത്യേകിച്ച് മട്ടന്നൂരിന്റെ മേളം. തിരുമേനി, മട്ടന്നൂരിന്റെ മേളത്തിനൊക്കെ ഭയങ്കര കാശല്ലേ? അതുകൊണ്ട് നമുക്ക് അടുത്ത പ്രാവശ്യം ചിക്കന്നൂരിനെ വെച്ചാ മതി കേട്ടോ. മതി മതി, നടന്നു കിടന്നു മടുത്തു. ഇനി ഒരല്പം വിശ്രമിച്ചിട്ടാകാൻ നടപ്പ്. ആവാം. ശങ്കരാ, കാട്ടിലെ കൊതുകെല്ലാം ടോർച്ചും കത്തിച്ചുകൊണ്ടാണല്ലോ കടിക്കാൻ വരുന്നത്. എവിടെ? നോക്കിയേ. ഓ എന്റെ പൊന്ന് തിരുമേനി, അത് കൊതുകല്ല, പിന്നെ മിന്നാമിനുങ്ങ. മിന്നാമിനുങ്ങ ആയാലെന്താ? വാ തുറന്ന് പറഞ്ഞൂടെ മിന്നാമിനുങ്ങാണെന്ന്. തിരുമേനി, നോം ഇന്നലെ ഒരു കാഴ്ച കണ്ടു. എന്താണാവോ? ഞാൻ ഇന്നലെ അടുക്കളയിലേക്ക് കയറി ചെല്ലുമ്പോ നമ്മുടെ തമ്പുരാട്ടിയും വേലക്കാരനും കൂടി ഇരുന്ന് കൊഞ്ചുമായിരുന്നു. ആഹാ, അവര് കൊഞ്ചുമാരുന്നതിന്റെ ചെമ്മീൻ കിള്ളുന്നതിന്റെ ഇടയ്ക്ക് നിനക്ക് എന്താ കാര്യം ശമ്പൻ? അതല്ല തിരുമേനി, പിന്നെ ഞാനും തമ്പുരാട്ടിയും തമ്മില് ഈ ഇടയായിട്ടൊരു സ്വരച്ചേർച്ചയില്ല. അതെങ്ങനെയാണോ ഉണ്ടാവുക? തന്റെ സ്വരം ആണിന്റെയും തമ്പുരാട്ടിയുടെ സ്വരം പെണ്ണിന്റെ അല്ലേ? പിന്നെ എങ്ങനെയാ സ്വരച്ചേർച്ച ഉണ്ടാവുക? എനിക്കത്ര അങ്ങോട്ട് പോയില്ല തമ്പുരാന്. തിരുമേനി അറിഞ്ഞോ? എന്താണാവോ? നമ്മുടെ നന്ദിനി പ്രസവിച്ചു. ഹാവൂ, അങ്ങനെ നാം 19ാമതും അച്ഛനായി. എന്താ തിരുമേനി പറയുന്നേ? നന്ദിനി എന്ന് പറയുന്നത് അപ്പുറത്തെ പശുവാ. പശുവായിരുന്നു? എടോ ശങ്കര, ഈ പശുക്കൾ എങ്ങനെയാ പ്രസവിക്കുന്നത്? തിരുമേനി, പശു പ്രസവിക്കുമ്പോ ആദ്യം തല വരും, പിന്നെ ഉടല് വരും, പിന്നെ കാല് വരും, അവസാനം വാല് വരും. ആഹാ, തിരുമേനി എന്താ ഈ ആലോചിക്കുന്നേ? അല്ല, ഇതെല്ലാം കൂടി ഒന്നായിട്ട് എപ്പോഴാ പശു ആകുന്നേന്ന് ആലോചിക്കായിരുന്നു. ഓ, ഇങ്ങനൊരു തിരുമേനി. എടാ കൊശവാ, തന്റെ മുഖത്തെന്താ വസൂരി വന്ന പാടാണോ? അയ്യോ, അത് വസൂരി വന്നതല്ല തിരുമേനി. പിന്നെ ഇന്നലെ ആ രമണിയുടെ വീട്ടിൽ ചെന്ന് ചെറ്റപ്പൊക്കി നോക്കിയപ്പം അവള് കുറ്റിച്ചൂലിന് കുത്തിയതാ. രമണി എന്നോട് പറഞ്ഞിരുന്നു, ഇനി താൻ അങ്ങോട്ട് ചെന്നാൽ തന്റെ കണ്ണില് മുളക് വാരിയിടൂന്ന് അവള് പറഞ്ഞത്. അത്രയല്ലേ പറഞ്ഞോളൂ, അല്ലാതെ തിരുമേനിയുടെ ഭാര്യ പറഞ്ഞതുപോലെ എന്റെ കഴുത്ത് വെട്ടിക്കളയുന്നൊന്നും പറഞ്ഞില്ലല്ലോ. അങ്ങനെ പറഞ്ഞില്ല. ഇനി ഇവിടെ നിന്ന് ഒരുപാട് ദൂരം നടക്കാനുണ്ടോടോ? ഓ, അധികമൊന്നുമില്ല. ഒരു 2 കിലോമീറ്റർ കൂടെ നടന്നാൽ എന്നെ ചെത്തും. തന്നെ ആരും ചെത്തില്ല. തന്നെ ചെത്താൻ താനെന്താ പൈനാപ്പിൾ ആണോ? അയ്യോ, അതല്ല തിരുമേനി, നാഷണൽ ഹൈവേയിൽ എത്തുമെന്ന്. ഓ, ആ NH, ഈ NH-47 പോലെ. തിരുമേനിക്ക് ഈയിടെയായിട്ട് ഒന്നാം തരം കോമൺ സെൻസാ. കഴിഞ്ഞ ദിവസം വൈദ്യരെ കണ്ടപ്പോ വൈദ്യരും പറഞ്ഞു. എന്തോന്നു? കോമൺ സെൻസ് ഉണ്ടെന്ന്. തിരുമേനി എന്തായി ഉദ്ദേശിക്കുന്നേ? ഈ മൂത്രത്തിക്കല്ലേ? എടോ, ഈ തവണ തൃശ്ശൂര് നമ്മുടെ കൊടയം കൊണ്ടൊന്ന് പോണം. എന്തിനാണ് കൊടയം കൊണ്ട് തൃശ്ശൂരോട്ട് പോണത്? താൻ കേട്ടില്ലേ? തൃശ്ശൂര് കൊടമാറ്റം നടക്കണ്ടെന്ന്. നമ്മുടെ കൊട കീറിപ്പോയല്ലോ, അതങ്ങോട്ട് മാറാന്ന് വെച്ച്. എന്റെ പൊന്ന് തിരുമേനി, അത് തൃശ്ശൂർ പൂരത്തിന് ആനപ്പുറത്തിരുന്ന് കൊടമാറ്റം ചെയ്യുന്നതാ. മാറിക്കോട്ടെ, എവിടെയാണെങ്കിൽ നമ്മുടെ കീറിയ കൊട ഒന്ന് മാറ്റി കിട്ടൂലോ. ചെന്ന് കയറി കൊടുക്കുക, ആന ചവിട്ടി പീത്തും. എന്താ തിരുമേനി? എന്താ അങ്ങോട്ട് ഓടിപ്പോയത്? അതൊരു നിസ്സാരമായ ഓന്ത് അങ്ങോട്ട് ഓടിപ്പോയതല്ലേ തിരുമേനി? ഓന്തിനെ താൻ നിസ്സാരമായിട്ട് കാണണ്ടാട്ടോ. എന്താ ഈ ഓന്തെന്ന് പറഞ്ഞ ആരാ? ദിനോസറിന് പോളിയോ കൊടുക്കാതെ ചുരുങ്ങി പോയ സാധന ഈ ഓന്ത്. ആണോ? എന്നാലും ഓൻ തോന്തി എവിടം വരെ ഓന്താനാ? അതെ തിരുമേനി, എനിക്കൊരു ശങ്ക. ശങ്കിക്കണ്ട, പറഞ്ഞോളൂ. അതല്ലെന്നേ, ഒരു മൂത്രശങ്ക. അങ്ങോട്ട് സാധിച്ചോളൂ. ശരി. കാലിന്റെ ചോട്ടിലിരുന്നാണോ? അങ്ങോട്ട് മാറിയിരിക്കുക. മാറാം. തിരുമേനി, ഒരു പാട്ട് കേൾക്കുന്നു. മൂത്രമൊഴിക്കുമ്പോഴോ? തിരുമേനി, പട്ടി ഊരിയിടുന്നു. പട്ടി ഊരിയിടുന്നോ? അതല്ല തിരുമേനി, ഊരേന്ന് ഒരു പാട്ട് കേൾക്കുന്നു. ആരാ ഈ വരുന്നത്? ഞാൻ കള്ളിയങ്കാട്ട് നീലി. നിനക്ക് എന്താ വേണ്ടത്? ചുണ്ണാമ്പുണ്ടോ? ഇല്ല, അടുക്കരുത്. എനിക്ക് ദാഹമാണ്, അടങ്ങാത്ത ദാഹം. എന്റെ കയ്യിൽ മന്ത്രത്തകിടുന്നുണ്ട്. അടുക്കരുത്. ഇപ്പോൾ നാം കണ്ടത് യക്ഷികളുടെ പ്രതാപകാലം. എന്നാൽ ഇന്ന് കാലം മാറി. കമ്പ്യൂട്ടർ യുഗമായ ഇന്ന് പുതിയ തലമുറയ്ക്ക് യക്ഷികളും ഗന്ധർവന്മാരും
ചില നേരം പോക്കുകൾ മാത്രം. അത്തരത്തിലുള്ള ഈ യുഗത്തിലെ ഭയാനകമായ ഒരു അമാവാസി. പള്ളിയിൽ ഇതുവരെ റിമീറ്റോമയുടെ ഗാനമേള തീർന്നില്ലേ? ഇവിടെ മരുന്ന് അമ്മേ. ഇതൊന്നല്ലെങ്കിൽ ഏതെങ്കിലും ഹോസ്പിറ്റലിലെ നേഴ്സ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഭർത്താവ് മരിച്ച വിധവ. നീ ഏതടി പെണ്ണേ? ഞാൻ കള്ളിയങ്കാട്ട് നീലി. കള്ളിയങ്കാട്ട് നീലി എന്ന് പറഞ്ഞ് ഇത്ര വലിയ തമാശയാണോ ഇതുപോലെ കിടന്നിരിക്കാൻ? ചുണ്ണാമ്പുണ്ടോ? ഇല്ല, ഹാൻസ് ഉണ്ട്. മതിയോ? എനിക്ക് തീരാത്ത ദാഹമാണ്. ഇത് ഞാൻ ഇന്നലെ കണ്ട ഷക്കീലയുടെ പടമല്ലേ? നീ കണ്ടോ? നിർത്തണി. നിനക്കെന്താ വലിവിന്റെ അസുഖമുണ്ടോ? ഞാൻ യക്ഷിയാണ്. സമ്മതിച്ചു. ഞാൻ യക്ഷിയാണ്. സമ്മതിച്ചു സമ്മതിച്ചു സമ്മതിച്ചു. യക്ഷിയാണ്. ആട്ടെ, നിന്റെ സ്ഥലം എവിടെയാ? അങ്ങ് പാലയില. അത് ശരി, പാലക്കാരിയാണല്ലേ. ഒരു യക്ഷി വന്നേക്കണ്. ഞാൻ യക്ഷിയാണ്. വെള്ള സാരി കണ്ടില്ലേ? നിങ്ങൾക്ക് ഈ വെള്ളസാരി അല്ലാണ്ട് വല്ല മിടിയും ടോപ്പും ആക്കി കൂടെ? പറ്റില്ല. അതെന്താ? പനയിൽ കയറാൻ ബുദ്ധിമുട്ടായിരിക്കും. നിനക്കിപ്പോ എന്താ വേണ്ടത്? എനിക്ക് ചോര വേണം. ഏത് ഗ്രൂപ്പ്? ഓ പോസിറ്റീവ്. സോറി, ഞാൻ ബി നെഗറ്റീവ് ആണ്. കുഴപ്പമില്ല, ഞാൻ ബ്ലഡ് ബാങ്കിന് മാറ്റി എടുത്തോളാം. നമുക്ക് ആ പനയുടെ മുകളിലേക്ക് പോകാം. വേണ്ട, നമുക്ക് ആ ലോഡ്ജിൽ പോയിട്ട് റൂം എടുക്കാം. ഇങ്ങോട്ട് വാടി, ഇങ്ങോട്ട് വാടി, ഇങ്ങോട്ട് വാടി, ഇങ്ങോട്ട് വാടി. ഏതാടാ നീ? എന്റെ പൊന്നു ചേട്ടാ, എന്നെ ഒന്നും ചെയ്യരുത്. ആരാടാ നീ? എന്റെ പേര് മുള്ളാണി പപ്പൻ. ഞാൻ ഈ ഏരിയയിൽ ഒരു കള്ളനാ. ഈ കാട്ടിലൂടെ യക്ഷിയുടെ വേഷം കെട്ടി നടന്ന ആൾക്കാരെ കൊള്ളയടിക്കലാ എന്റെ പടി. അത് ശരി, അപ്പൊ ചേട്ടൻ ആണാണല്ലേ? അതെ, ഉറപ്പായിട്ടും. അതെ, സത്യമായിട്ടും ആണ് തന്നെയാണല്ലോ. സത്യമായിട്ടും ആണാണ്. ഇനി മാറ്റി പറയില്ലല്ലോ? ഇല്ല, സത്യം സത്യം. എന്റെ പൊന്നു ചേട്ടാ, എന്നെ ഒന്നും ചെയ്യല്ലേ. ഞാനൊരു പെണ്ണാ. ഏത് പെണ്ണ്? പണ്ടേ കാട്ടിലൊരു യക്ഷി ഉണ്ടായിരുന്നില്ലേ? കള്ളിയങ്കാട്ട് നീലി. ആ യക്ഷിയാ ഞാൻ. പുതിയ നൂറ്റാണ്ടല്ലേ, ആൾക്കാരുടെ കയ്യിൽ നിന്റെ മാനം രക്ഷിക്കാൻ വേണ്ടി ആൺവേഷം കെട്ടി നടക്കുക ഞാൻ. എന്നെ ഒന്നും ചെയ്യല്ലേ. ഭഗവാനെ ലോട്ടറി അടിച്ചെന്നാ. ഒന്ന് പോയി നോക്കിട്ട് വരാം. ഭഗവാനെ, ഭാർഗം വിറ്റ് ലോട്ടറി ആർക്കും അടിച്ചിട്ടുണ്ടെന്നാ തോന്നുന്നു. ഈശ്വര, ഇനി എനിക്കെങ്ങനെയാണോ? ഇനി ഒരു കലക്ക് ഞാൻ ഒരുവൻ മുതലാളി, അറിഞ്ഞില്ലേ? നമ്മുടെ ഭാർഗവൻ വിറ്റ് ലോട്ടറി ടിക്കറ്റ് ആർക്കാടിനെ അടിച്ചെന്ന്. ഞാൻ പോണാണ് ഇനി മുതൽ. ഞാൻ ഭഗവാനെ, നീ എനിക്കെങ്ങാനും ആണോ? ഇനിയിപ്പൊ ഇതിനെ എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യാം, ഇവിടെ അങ്ങനെ ഇരിക്കട്ടെ. വയസ്സാങ്ങളത്തെ മനുഷ്യർ പണിയുണ്ടാക്കാൻ വേണ്ടിട്ട്. കുമാര നിക്കട, ഞാനുണ്ടോ? അങ്ങനെ ഏറെ നാളത്തെ കഠിനമായ പ്രയാണത്തിനൊടുവിൽ നമ്മുടെ നാടിന്റെ പ്രിയങ്കരനായ ദൗർഭാഗ്യ ഭാർഗവന് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ആദ്യമായി സൗഭാഗ്യം കൈവന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന് ലോട്ടറി അടിച്ചിരിക്കുകയാണ്. അയ്യോ, ലോനപ്പന അടിച്ചത്. ക്ഷമിക്കണം സഹോദരെ, ലോനപ്പനാണ് ലോട്ടറി അടിച്ചിരിക്കുന്നത്. അയ്യോ, ലോനപ്പൻ ലോട്ടറി അടിച്ചതല്ല,
പിന്നെ ലോനപ്പൻ എന്നെ അടിച്ചെന്ന്. ലോനപ്പൻ നിന്നെ അടിച്ചെന്ന്. രാഘവേട്ടാ നല്ല ഉണക്കപ്പെട്ടുണ്ടാ? എന്തിനാടാ? ഈ കത്തി ഒന്ന് മുറിച്ചാക്കാൻ. പോടാ അയ്യേ, ചോദിക്കല്ലേ. അല്ല എന്തിനാ അവൻ നിന്നെ അടിച്ചത്? കരയുന്ന ഒരു കുഞ്ഞിന് ഇച്ചിരി പാല് കൊടുത്തതിന് അവൻ എന്നെ അടിച്ചത്. അത് കൊള്ളാം. കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് കേട്ടിട്ടുണ്ട്. എടാ അത് ചില കുട്ടികൾക്ക് അങ്ങനെയാണ്. പശുവും പാല് കൊടുത്തു കഴിഞ്ഞാൽ ചില കുട്ടികൾക്ക് കുറുകലുണ്ടാവും. ഐ മീൻ ആട് തോമ, ആസ്മ. അതിന് ഞാൻ പശുമ്പന അല്ല കൊടുത്തത്. എങ്കിൽ എന്റെ ഗർഭചരിത്രത്തിന്റെ ഏടുകൾ മറിച്ചു നോക്കിയാണെങ്കിൽ ഇവൻ കൊടുത്തത് എരുമപ്പാല് തന്നെയായിരിക്കും. അതിന് ഞാൻ എരുമാപ്പാൽ അല്ലല്ലോ കൊടുത്തത്. എന്നാ ആട്ടിൻപാലായിരിക്കും കൊടുത്തിരിക്കുന്നത്. അല്ലല്ലേ? പിന്നെ നീ എന്ത് പാലാടാ കൊടുത്തത്? റബ്ബർ പാല്. റബ്ബർ പാല്. എടാ മഹാബാബി, കുട്ടികൾക്ക് ആരെങ്കിലും റബ്ബർ പാല് കൊടുക്കോ? റബ്ബർ പാല് കൊടുത്താൽ കുട്ടികൾ ചാടി ചാടി നിൽക്കില്ലേ? അതുകൊണ്ടാണ് ഞാൻ റബ്ബർ പാല് കൊടുത്തത്. അതിനവന്മാരെന്നെ തല്ലിയത്. സഹോദരേ, ഇത് പറയുമ്പോ എനിക്കൊരു സംഭവമാണ് ഓർമ്മ വരുന്നത്. കഴിഞ്ഞ ദിവസം ഈ ജംഗ്ഷനിൽ വെച്ച് ഒരു ചെറുപ്പക്കാരനെ ഒരു പറ്റം ആളുകൾ പട്ടിയെ പോലെ തല്ലുന്നത് കണ്ടിട്ട് നമ്മുടെ പഞ്ചായത്തിൽ ചങ്കൂറ്റമുള്ള ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല ചോദിക്കാൻ. എന്ത് ചെയ്യാൻ ഊന്നി ഊന്നി പറയുക. എന്നാ പിന്നെ നേതാവിന് തന്നെ അങ്ങോട്ട് ചോദിക്കാൻ പാടില്ല. ഞാൻ എന്നെ തന്നെ തല്ലിച്ചതക്കുമ്പോ ഞാൻ എങ്ങനെയാടാ ചോദിക്കണത്? രാഘവേട്ടാ, അല്ലേതാര് നമ്മുടെ രമണനോ? ഇന്ന് എവിടെയാണ് കഥ? കഥയല്ല, സിനിമ. അപ്പൊ ഇന്ന് സിനിമയ്ക്ക് പോവല്ലേ? അല്ല, ഷൂട്ടിങ്. സഹോദരൻ, അങ്ങനെ നമ്മുടെ കൊച്ചു ഗ്രാമത്തിൽ നിന്നും കഥാപ്രസംഗത്തിലൂടെ ആദ്യമായി സിനിമയിലേക്ക് പ്രവേശിച്ച കാതികൻ കൈതക്കാട് രമണന് എന്റെ വിജയാഭിവാദനങ്ങൾ. അങ്ങനെ രമണൻ രക്ഷപ്പെട്ടല്ലേ? പിന്നെ ഷൂട്ടിങ് കാണാൻ പോയി ആരെങ്കിലും രക്ഷപ്പെട്ട ചരിത്രമുണ്ടോ? അല്ല, ഉണ്ടോ? Kumbabay, ambal-ambal, nga kayo, mawal-awal, umpulit may god na siyan, kahit may kalamaran ng ngayon, at kung may kalamaran, സാർ കൊള്ളാം, വളരെ നന്നായിട്ടുണ്ട്. താങ്ക് യു. മാഡം സൂപ്പർ ആയിട്ടുണ്ട്. താങ്ക് യു സർ. ഓക്കെ ഓക്കെ സാർ, ഇനി ഒരു അല്പം റെസ്റ്റ് എടുത്തോളൂ. ഇവിടെ ഒരു അസിസ്റ്റന്റ് ഉണ്ടായിരുന്നല്ലോ, ഇവൻ ഇത് എവിടെ പോയി കിടക്കുക? എടോ അസിസ്റ്റന്റ്, സാറേ സാറേ താൻ ഇത് എവിടെ പോയി കിടക്കാടോ? സാറേ, കുളത്തിൽ കുളിക്കാൻ ഇറങ്ങിയ നടിയെ അട്ട കടിച്ചു. അട്ട കടിച്ചോ? കടിക്കട്ടെ കടിക്കട്ടെ. അയ്യോ, സാറ് ഇതെന്തുവായി പറയുന്നേ? അട്ടയ്ക്കും ഇല്ലടോ വികാരവും വിചാരവും ഒക്കെ. എടോ, അടുത്ത സീൻ എന്താണെന്നറിയാമോ? ഇല്ല സർ. അതായത് നമ്മുടെ വില്ലൻ നായികയെ ഒരു കോളേജിൽ വെച്ച് ബലാത്സംഗം ചെയ്യുന്ന സീനാണ് അടുത്തത്. അയ്യോ സാർ, കുട്ടികളുണ്ടാകില്ലേ? ഇതൊക്കെ വെറും അഭിനയമല്ലേടോ? അതല്ല സാർ, കോളേജിൽ കുട്ടികൾ ഉണ്ടാകില്ലെന്ന്. അതൊക്കെ ഞാൻ മെയിൻറ്റെയിൻ ചെയ്തോളാം. ഇയാള് പ്രൊഡക്ഷന്റെ ആളല്ലേ? അതെ സാർ. എടോ, കഴിക്കാൻ എന്തോളത്? സാറ് ദോശ ഇരിപ്പുണ്ട്. ദോശ ഇരിപ്പുണ്ടോ? ആ. ഭാഗ്യം. പക്ഷെ ചമ്മന്തി ഇല്ല. ചമ്മന്തി ഇല്ലേ? പക്ഷെ ഒന്നാന്തരം ചപ്പാത്തി ഉണ്ട്. ചപ്പാത്തി ഉണ്ടല്ലേ? പക്ഷെ ചിക്കൻ ഇല്ല. ചിക്കൻ ഇല്ലേ? നല്ല കീട്ടില്ല ഇഡ്ഡലി ഉണ്ട് സാറേ. ഇഡലി ഉണ്ടല്ലോ, അത് മതി. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, സാമ്പാറില്ല. എടാ, ഇതൊന്നും ഇല്ലെങ്കിൽ ഇതെല്ലാം കൊണ്ട് പൂട്ടിക്കൊണ്ട് പോയിക്കൂടെ? സാറേ, പൂട്ടുണ്ട്. പിന്നെന്താ കുഴപ്പം? താക്കോലില്ല. ഇറങ്ങി പോടാ അവിടുന്ന്. എടോ, ഈ പ്രാന്തനൊക്കെ പിടിച്ച് പ്രൊഡക്ഷനിലാക്കിയതാരാണ്? എടോ അസിസ്റ്റന്റ്. എന്താ സാർ? എടോ, നമ്മുടെ നായിക ആരാന്നറിയാമോ? ഇല്ല സാർ. കന്നഡ നടിയാണ്. ആണോ? മലയാളത്തിലെ ന്യൂ ഫേസ് ആണ്. ആഹാ. പേര് കേട്ടിട്ടുണ്ടോ? ഇല്ല സാർ. കത്രീന കഴുത്തിൽ പൂടയില്ല. എന്താന്ന് കഴുത്തി കൂടെ ഇല്ലെന്ന്? കത്രീന കഴുത്തിൽ ഫുടയില്ല. ആഹാ. ഇവളെ കുറിച്ച് പറയുകയാണെങ്കിൽ മയിലിന്റെ നടത്തം, മാൻപേടയുടെ കണ്ണുകൾ, കുയിലിന്റെ ശബ്ദം, തത്തയുടെ ചുണ്ടുകൾ, ഒട്ടകത്തിന്റെ നാണം. അല്ല സാർ, എനിക്ക് അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുക. ഇവക്ക് മനുഷ്യന്റേതായിട്ടൊന്നും ഇല്ലേ? എടോ, ദേ നായിക എത്തി. നമസ്കാരം കത്രീന. കത്രീന. അയ്യോ, കിടന്ന് കഷ്ടപ്പെടണ്ട, എന്നെ മാഡം എന്ന് വിളിച്ചാൽ മതി. ഓ, നമസ്കാരം മാഡം. ആ, നമസ്കാരം. മാഡം ശരിക്കും ഈ ഫീൽഡിൽ വന്നിട്ട് എത്ര വർഷമായി കാണും? അതായത് 4-5 കൊല്ലവും. 4-5 വർഷമായോ? അപ്പൊ ഈ കല്യാണം ഒന്നും ആയില്ലേ? ഉടനെ ഉണ്ട്. കല്യാണം ഉണ്ടോ? ഈ കല്യാണത്തിന് ശേഷം ഭർത്താവ് അഭിനയിക്കണ്ടെന്ന് പറഞ്ഞാൽ മാഡം എന്ത് ചെയ്യും? ഞാൻ വേണ്ടെന്ന് വെക്കും. സിനിമ വേണ്ടെന്ന് വെക്കോ? എന്റെ ഭർത്താവിനെ വേണ്ടെന്ന് വെക്കും. അതായത് സാറേ, അടുത്ത സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നായിക മഴയത്ത് കിടന്ന് കൊന്തളിക്കുന്ന ഒരു പാട്ട് സീനാണ്. എന്റെ ദൈവമേ. എന്താ സാർ? അല്ലടോ, ഈ മഴയത്തൊക്കെ ഇറങ്ങി അഭിനയിക്കുമ്പോൾ നായികയ്ക്ക് വല്ല പനി പിടിക്കുമെന്ന് എന്റെ പേടി. മാഡം, ഈ മഴയത്ത് അഭിനയിക്കുന്നതുകൊണ്ട് പനി, ജലദോഷം അങ്ങനെ എന്തെങ്കിലും? കൊള്ളാം, നല്ല ചോദ്യം. എനിക്ക് ഫനി പിടിക്കുവോന്ന്? 1.5 മണിക്കൂർ കായലിൽ മുങ്ങിക്കിടന്ന് കക്കാവായിരുന്ന എനിക്കാ ഫനി. നല്ല ചോദ്യം. കുഴപ്പമില്ല അല്ലേ മാഡം? അടുത്ത സീൻ എന്ന് പറഞ്ഞാൽ മാഡം ഒരു 75 നിലയുള്ള ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടുന്ന സീനാണ്. അയ്യോ, സാറിന്റെ കാലൊടിയില്ലേ സാർ? ഇല്ലില്ല, സ്ലോ മോഷൻ ചാടി മതി, ഒരു കുഴപ്പമില്ല. സാർ, അതൊക്കെ ഡൂപ്പിനെ വെച്ച് അഭിനയിപ്പിക്കൂ, എന്റെ ഇമേജിനെ ബാധിക്കും. പിന്നെ ഈ സിനിമയിലെ മാഡം ഒരു 60 വയസ്സുള്ള ഒരു കിളവിയായിട്ട് മാറുന്ന ഒരു സീനുണ്ട്. അയ്യോ, അതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല.
എന്റെ ഇമേജിനെ ബാധിക്കും. അതൊക്കെ ഡൂപ്പിനെ വിട്ട് ചെയ്തൂടെ സാർ? മതിയല്ലേ? ഇത് കഴിഞ്ഞാൽ പിന്നെ ഒരു ബലാത്സംഗ സീനാണ്. വേണ്ട വേണ്ട മാഡം, മാഡം ചെയ്യുന്നില്ല. നമ്മൾ അതൊരു ഡ്യൂപ്പിനെ വെച്ച് ചെയ്തോളാം. വേണ്ട, ഞാൻ തന്നെ ചെയ്യാം. അല്ലെങ്കിൽ എന്റെ ഇമേജിനെ ബാധിക്കും. മാഡം, നമ്മുടെ സിനിമയുടെ കഥ എന്താന്ന് പറഞ്ഞാൽ ഈ വരിക്കാച്ചക്ക മനയിലെ പ്രേതങ്ങളെയും ഭൂതങ്ങളെയും കുറിച്ചുള്ളതാണ് നമ്മുടെ കഥ. അപ്പൊ മാഡം ഇവിടെ നിന്ന് ഒറ്റയ്ക്ക് നേരെ ആ വരാന്തയിലൂടെ ആരവിടെ കിടന്ന് മാറുന്നത്? ആരവിടെ ഒളിച്ചു നിൽക്കുന്നത്? ഇങ്ങോട്ട് വേണോ? ഞാൻ സംവിധായകനെ ഒന്ന് കാണാൻ വന്നതാ. അയ്യോ, സാറായിരുന്നോ? സാർ ഈ ലൊക്കേഷനിൽ ഒന്ന് ഒളിഞ്ഞു നോക്കിയും പാത്തിരുന്നൊക്കെ എന്നെയും കൂടെ ഈ സിനിമയെന്ന് പറഞ്ഞു പിടിക്കരുത്. ജീവിതത്തിലെന്നും എല്ലാവരെയും തള്ളി പറഞ്ഞിട്ടുള്ള ആളാ ഞാൻ. 32 പല്ലിന്റെ ഇടയ്ക്ക് ഒരു നാക്കുകൊണ്ട് എന്തോ എന്ന് പറഞ്ഞ കാരണത്താൽ എല്ലാരും എന്നെ ഇങ്ങനെ ക്രൂശിക്കരുത്. സ്ഫടികത്തിൽ എന്റെ മകൻ ആടു തോമയെ ഞാൻ തള്ളിപ്പറഞ്ഞു. അവനെതിരെ 18-ാം വട്ട തെങ്ങും വെച്ചു. കിരീടത്തിൽ എന്റെ മകൻ സേതുമാധവനെ ഞാൻ തള്ളിപ്പറഞ്ഞു. എല്ലാം മാറും സാറേ. സർവേശ്വരിയായ അമ്മ മാറ്റും. എന്താ പറഞ്ഞേ? സർവേശ്വരിയായ അമ്മ മാറ്റൂന്ന്. ഇനി ഇവിടെ അമ്മ എന്നൊരു വാക്ക് ഞാൻ കേൾക്കരുത്. പിന്നെ എല്ലാം അച്ഛൻ, അച്ഛൻ, കൊച്ചച്ഛൻ, വല്യച്ഛൻ, പള്ളിയിലച്ഛൻ, പെരുന്തച്ഛൻ, ഇത് മാത്രമേ ഇവിടെ കേൾക്കാൻ പാടുള്ളൂ. ഓ ശരി. പിന്നെ വേറൊരു കാര്യം, ഓണം, വിഷു, റംസാൻ വിശേഷ ദിവസങ്ങൾ ഏതുമായിക്കൊള്ളട്ടെ. ഞങ്ങളെന്താ കലണ്ടർ തൂക്കണോ? വേണ്ട. പിന്നെ ഞാനൊരു നാടക സമിതി നടത്തുന്നുണ്ട്. ബുക്കിംഗ് വല്ലതും ഉണ്ടെങ്കിൽ വിളിക്കാൻ മടിക്കരുത് എന്നൊരു അപേക്ഷ മാത്രമേ ഉള്ളൂ എനിക്ക്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഈ പോയത് മലയാള സിനിമയുടെ ഒരു തിലകക്കുറി തന്നെ. ഓ എടോ കിളവാ, തന്നോട് പറഞ്ഞതല്ലേ ഷൂട്ടിംഗ് കഴിയുന്നത് വരെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് പോയിരിക്കാൻ. ശല്യം ചെയ്യാൻ വരും ഓരോരുത്തങ്ങള്. വാ, നമുക്ക് അപ്പുറത്ത് പോയി ഷൂട്ട് ചെയ്യാം. ശല്യം ഒന്ന് പോടാ അവിടുന്ന്. എന്റെ വരിക്കച്ചക്ക മനയിൽ വന്ന് ഷൂട്ട് ചെയ്യുന്നതും പോരാഞ്ഞിട്ട് എന്നോട് ഇറങ്ങിപ്പോകാനോ? സുഹൃതക്ഷയം അല്ലാതെ എന്താ പറയാ? മോളെ മോളെ അച്ഛാ, ഈ സിനിമാക്കാര് കാരണം ഈ മനയിലൂടെ ഇപ്പൊ നടക്കാൻ പറ്റണ്ടായിരിക്കണു. എന്തിനാണ് അച്ഛാ ഈ സിനിമാക്കാർക്ക് ഈ മന ഷൂട്ടിങ്ങിന് കൊടുത്തേ? പണ്ട് കാരണവന്മാര് ചെയ്ത പണിയാ. സിനിമാ നടന്മാരെ നേരിട്ട് കാണുകയും ചെയ്യാം, ഓസിന് ഭക്ഷണവും കഴിക്കാന്നും പറഞ്ഞാ കൊടുത്തത്. ഇപ്പൊ അവർക്ക് കുടികടപ്പവകാശം വേണമെന്നും പറഞ്ഞ് ഒറ്റ എണ്ണം ഇവിടുന്ന് പോണില്ല. എന്റെ ശിവ ശിവ. അച്ഛൻ പഴയ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയല്ലേ? അച്ഛന് കളക്ടർക്കൊരു പരാതി കൊടുത്തൂടെ അച്ഛാ? 1976 അന്ന് EMS ഭരിക്കുന്ന കാലം. ഇപ്പോഴോ SMS ഭരിക്കുന്ന കാലം. പണ്ട് ഞങ്ങള് ചേരിചേരാ പ്രസ്ഥാനം നടത്തുന്ന കാലം. എന്താ അച്ഛാ ഈ ചേരിചേരാ പ്രസ്ഥാനം? അത് പിന്നെ നമ്മുടെ അപ്പുറത്തെ ചേരിയിലൊരു ചേര കയറി ആ ചേരനെ തല്ലിക്കൊന്നതും ആ ചേരയുടെ പേരിൽ മൗണ്ട് വാറ്റം പ്രഭുവും നമ്മുടെ കുമാരനും തമ്മിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായതും ആ ചെറിയ ചേര പ്രശ്നമാണ് ഈ ചേരിചേരാ പ്രശ്നം. മോളെ, അച്ഛൻ അറിഞ്ഞോ? ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ അപ്പുറത്ത് നിന്നൊരു സിനിമാന്തരൻ എന്നോട് ചോദിക്കുക, നിനക്ക് നല്ല ക്യാമറ ഫിഗർ ഉണ്ട്, ഒന്ന് ടെസ്റ്റ് ചെയ്തോട്ടെ എന്ന്. അയ്യോ മോളെ, വിശ്വസിക്കല്ലേ വിശ്വസിക്കല്ലേ. സിനിമാക്കാരെ പച്ച വെള്ളത്തിൽ വിശ്വസിക്കരുത്. അപ്പൊ ചൂടുവെള്ളത്തിൽ വെച്ചാ? ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കും. പണ്ട് എത്ര നല്ല പടങ്ങൾ ഷൂട്ടിംഗ് നടന്നിട്ടുള്ള മനയാണെന്നറിയോ ഇത്? എത്രയെത്ര സൽസ്വഭാവികളായ നടന്മാര്, ഏത് പെണ്ണിനെയും സ്വന്തം സഹോദരിയെ പോലെ കാണുന്ന നടന്മാര്, അമ്മയെ പോലെ കാണുന്ന നടന്മാര്. ഏതാണ് അച്ഛാ നടൻ? ആ നടൻ അയ്യോ, കട്ട് പറഞ്ഞു. ഇല്ല, ഞാൻ കേട്ടില്ല. അയ്യോ, സത്യമായിട്ടും കട്ട് പറഞ്ഞു.
പറഞ്ഞു വിട് സാറേ. എന്റെ ചെവിയിൽ പഞ്ഞിയാണ്, ഞാൻ കേട്ടിട്ടില്ല. ഇങ്ങനെ ഉപദ്രവിച്ചാൽ ആ പഞ്ഞി എന്റെ മൂക്കിൽ വെക്കേണ്ടി വരും. എന്നെ വിട് സാറേ. ഞാനൊരു വികാര ജീവിയാണ്. നിൽക്കടി അവിടെ. അല്ല പിന്നെ അയ്യേ, എനിക്ക് പഴയ നടന്മാരെ ഒന്നും ഇഷ്ടമില്ല. എനിക്കിഷ്ടം എന്റെ നിന്റെ ഒരു മോഹൻലാല്, മലയാളത്തിലെ ആ മഹാനടൻ നമ്മെ വിട്ടുപോയില്ലായിരുന്നെങ്കിൽ അദ്ദേഹം ചെയ്തേനെ ഈ സാഗറേലിയ. എലിയാസ് ജാക്കി പയ്യൻ സാഗർ എന്ന മിത്രത്തിനേറിയും ജാക്കി എന്ന ശത്രുവിനെ നിനക്കറിയില്ല. എങ്കിലും അവരൊക്കെ ഉണ്ടായിരുന്നപ്പോ എന്ത് രസമായിരുന്നെന്നോ. ഇന്നിപ്പം എന്റെ കണ്ണും നടച്ചിട്ട് എത്ര ദിവസമായെന്ന് അറിയോ മോൾക്ക്? കുഴപ്പമില്ല അച്ഛാ, അച്ഛന്റെ 2 കണ്ണും അടയാൻ ഞാൻ കോയിൻ ബോക്സിൽ പൈസ ഇട്ട് പ്രാർത്ഥിക്കാം. അല്ല, അച്ഛൻ അറിഞ്ഞോ, ഇവിടെ നടക്കുന്ന ഷൂട്ടിങ്ങിൽ രാഷ്ട്രീയക്കാരുണ്ട്. അച്ഛൻ അഭിനയിക്കുന്ന പാട്ട് സീനാ അവിടെ ഷൂട്ടിംഗ് നടക്കുന്നത്. ഇപ്പൊ നിങ്ങളും സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയോ? പിന്നെ എനിക്കിപ്പം ഭരണം മാത്രമല്ല സിനിമാ അഭിനയവുമുണ്ട്. ഈ പടം കൂടാതെ 2 പടത്തിനു ഞാൻ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. ആഹാ, ഈ പടത്തിന്റെ പേരെന്താ? മുത്തങ്ങായിൽ ഒരു സെക്രട്ടറിയേറ്റ്. അപ്പോ മറ്റേ ചിത്രത്തിന്റെയോ? മൂന്നാറും JCBയും പിന്നെ ഞാനും. അല്ല, ഇതിന്റെ എല്ലാം ഷൂട്ടിംഗ് എവിടെ വെച്ചാ നടക്കുന്നത്? വേറെ എവിടെ? ഇവിടെ തന്നെ. ഓ, ഈ നശിച്ച സിനിമാക്കാരെ കൊണ്ട് തോറ്റു.